ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹേഷ് നമ്മുടെ ഇഷിതയോട് സംസാരിക്കുകയാണ്. 1 മാസം വരെയും കാത്തിരിക്കണോ ഇഷിത, അത് എത്രയും പെട്ടെന്നാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹമെന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇഷിതയ്ക്കാണെങ്കിൽ ആകെ ഭയങ്കരമായിട്ടും ടെൻഷനാവുകയാണ്. ദൈവമേ, എനിക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പറ്റുമെന്നുള്ള സത്യം എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ മഹേഷ് അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇഷിത വളരെയേറെ ദുഃഖത്തോടു കൂടി തന്നെ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രചനയും ആകാശും കൂടി താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആകാശ് ഇങ്ങനെ പറയുകയാണ്, ഏതായാലും ദേ നിന്റെ മകൻ കൈവിട്ടു പോയി, ഇനി അവനെ പിടിച്ചാലൊന്നും കിട്ടില്ല. പക്ഷേ എനിക്കൊരു ഡൗട്ട് വേറൊന്നുമല്ല, അല്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ അടങ്ങി നിൽക്കാത്തവനാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്നത്. അതിന് എന്താണ് കാരണമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പ്രതികരിക്കേണ്ടെന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും അതൊന്നുമല്ല, വേറെന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പക്ഷേ അവൻ ഇപ്പം ജീവിക്കണമെന്ന് വലിയ താല്പര്യം തുടങ്ങിയ മട്ടിലാണ് അവൻ എന്നോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്. അവൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നേ, ദേ നിന്റെ കൂടെ ഞാൻ നന്നായിട്ട് ജീവിക്കണമെന്ന്, അതേപോലെ തന്നെ മകനെയും ഏറ്റെടുത്തോളാൻ എന്ന രീതിയിലല്ലേ അവൻ സംസാരിച്ചത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് ഭയങ്കര ഡൗട്ടും ഭയങ്കര സങ്കടമൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. ഇനിയിപ്പോൾ ഈ ഇഷിതയ്ക്ക് ഗർഭിണിയാകാൻ പറ്റുമോ, കുഞ്ഞിൻ്റെ അമ്മയാകാൻ പറ്റുമെന്നൊക്കെ രചനയ്ക്ക് അറിയാലോ. അപ്പോൾ വീണ്ടും ആകാശം പറയണം, അവർ ആ ടൂറ് പോയി. ടൂറ് പോയതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചോ? അവർ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ഈ ആദിയും ചിപ്പിയും ഒരു റൂമിൽ, അച്ഛനും അമ്മയും വേറെ റൂമിലായിരുന്നു എന്നൊക്കെയല്ലേ നമ്മളെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അതിനർത്ഥം എന്താ? അപ്പോൾ ഈ ടൂർ അവർ ശരിക്കും എൻജോയ് ചെയ്ത് ഒരു ഹണിമൂൺ എന്ന രീതിയിലാണ് അവർ ആ ഒരു ടൂറ് എൻജോയ് ചെയ്തത്. രചന, നിനക്കിനി മഹേഷിനെ സ്വന്തമാക്കണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി നടക്കാനൊന്നും പോകുന്നില്ല എന്ന് രചനയെ പറഞ്ഞിങ്ങനെ ഉഷിപ്പേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ആകാശ്. അപ്പോഴാണ് ആദ്യ ആ വഴി വരുന്നത്. അപ്പോൾ ആദ്യമാണെങ്കിൽ ഇവരെയൊന്നും മൈൻഡ് ചെയ്ത് നേരെ അങ്ങോട്ട് പോവുക. പക്ഷേ ആദ്യയെ പിടിച്ച് നിർത്തുകയാണ് ആകാശ് ചെയ്തത്. അപ്പോൾ ആകാശ്, എടാ ആദ്യം നീ അവിടെ നിന്നേ എന്നൊക്കെ പറയാണ്. എടാ നീയും നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ടൂറ് പോയല്ലോ, എന്താടാ നിൻ്റെ അച്ഛന് ഭയങ്കര സന്തോഷമാണല്ലോ. അല്ല, എൻ്റെ മുന്നിൽ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ പ്രതികരിക്കുന്നുമില്ല. എൻ്റെ ഡാഡിക്ക് തോന്നിക്കാണും നിങ്ങളോട് പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ലെന്ന്. അതൊന്നല്ലടാ, നിൻ്റെ ഡാഡിക്ക് എന്നെ പേടിയാ. എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് നിൻ്റെ ഡാഡിക്കറിയാം. അതുകൊണ്ടാണ് നിൻ്റെ ഡാഡി പ്രതികരിക്കാതെ നിന്നത് എന്ന രീതിയിൽ സംസാരിക്കാം. പിന്നെ അത് ഞാൻ കണ്ടതാണല്ലോ, അന്ന് ഡാഡിയുടെ കൈയുടെ കരുത്ത് എന്താണെന്നും അങ്കിളും അറിഞ്ഞതല്ലേ. പിന്നെ എന്തിനാ അങ്കിളെ കിടന്ന് ചുമ്മാ വാച കൊടിക്കാൻ നിൽക്കുന്നത്? എടാ നീ നിൻ്റെ ഡാഡിയെ സപ്പോർട്ട് സംസാരിക്കണം, പിന്നെ എൻ്റെ ഡാഡിയെ സപ്പോർട്ട് സംസാരിക്കാതെ നിങ്ങളെ സപ്പോർട്ട് സംസാരിക്കണം എന്നൊക്കെ പറയാം. എടാ നിൻ്റെ ഡാഡിയെ നിന്നെയൊന്നും വേണ്ടടാ, നിന്നെക്കൂടെ ഉപേക്ഷിച്ച് പോകാൻ വേണം അയാൾ. എങ്ങോട്ട് ഉപേക്ഷിക്കാൻ? ഏതായാലും തന്നെ പോലെയൊന്നും അല്ല എൻ്റെ ഡാഡി. എന്നെയും ചിപ്പിയൊന്നും ഒരിക്കലും കൈവിടാനായിട്ട് പോകുന്നില്ല എൻ്റെ ഡാഡി എന്നൊക്കെ ഇങ്ങനെ ഡാഡിയെക്കുറിച്ച് പൂഴ്ത്തി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശിന് കലി വരികയാണ്. ഇവനെ ഉണ്ടല്ലോ, ഇവന് ഇച്ചിരി നാക്ക് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് ആദ്യം തല്ലാനായിട്ട് പോവുകയാണ്. അപ്പോൾ രചന പിടിച്ചു നിർത്തുകയാണ്. ആദ്യം നീ എന്തൊക്കെയാണ് ആദ്യം പറയുന്നത്? അങ്കിളോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ മമ്മി, ഞാൻ ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നോ? ഞാൻ എൻ്റെ പാട്ടിന് വെറുതെ പോകില്ലായിരുന്നോ? ആ സമയത്ത് ആരാ എന്നെ പിടിച്ചു നിർത്തിയത്? ഈ അങ്കിള് തന്നെയല്ലേ എന്നെ പിടിച്ചു നിർത്തിയത്. എന്നിട്ട് ഇപ്പം എൻ്റെ മേലായ കുറ്റം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, നിർത്താതെ നീ കൂടുതൽ സംസാരിക്കരുത്, അവനെ വിട്, അവനെ ഞാൻ ശരിയാക്കും. നീ കയറി പോകുന്നുണ്ടോ? കയറി പോകാനാണ് പറഞ്ഞത്. അങ്ങനെ ആദ്യം വഴക്ക് പറഞ്ഞിട്ട് നേരെ കയറ്റി വിടുകയാണ് ഈ രചന ചെയ്തത്. പക്ഷേ ആകാശനാണെങ്കിൽ കാലി വന്നിട്ട് രക്ഷയില്ല. അവൻ കണ്ടോ, നീ വിചാരിക്കുന്ന പോലെയല്ല, നിന്റെ മകൻ നിന്റെ കൈവിട്ട് പോയി. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ്, മഹേഷിനെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യമേ വെച്ചിങ്ങനെ കളിച്ചു. ഇപ്പം രണ്ടും കിട്ടാത്തൊരവസ്ഥയാ. ഏതായാലും അവനിലേക്ക്, ഈ മഹേഷിലേക്ക് ശരിക്കും ആദ്യം അടുത്ത് കഴിഞ്ഞു. നിന്നെ വിട്ടും ഒരു ദിവസം പോകും, നീ ദുഃഖിക്കേണ്ടി വരും രചന എന്നും പറഞ്ഞുകൊണ്ട് ആകാശിൻ്റെ ഈ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്കും ഭയങ്കര സങ്കടവും ടെൻഷനും ഒക്കെ ഇങ്ങനെ വരികയാണ്. ദേവിനി എൻ്റെ മകനും കൂടി എനിക്കുള്ളൂ, എൻ്റെ മകനും കൂടി വിട്ടുപോകുമെന്നുള്ളൊരു ആദിയാണ്. അങ്ങനെ നമ്മുടെ ആദ്യമാണെങ്കിൽ റൂമിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ റൂമിലേക്ക് കയറി ചെന്ന് ചിപ്പിയെ വിളിക്കുകയാണ്. അപ്പോൾ ചിപ്പിയെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും, ആദ്യേട്ടാ
ആദ്യേട്ടൻ ഉറങ്ങിയില്ലേ ആദ്യേട്ടാ? ഇല്ല ചിപ്പി, ഞാൻ ഉറങ്ങിയില്ല ചിപ്പി. ആദ്യേട്ടാ, ദേ അമ്മ ചോദിച്ചായിരുന്നു, ആദ്യേട്ടൻ ഇവിടുന്ന് പോയില്ലേ? വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അങ്കിള് ആദ്യേട്ടനെ വഴക്കു പറഞ്ഞോ എന്ന് ചിപ്പി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എന്ത് ചെയ്യാനാ ചിപ്പി, ഞാൻ കൊടുത്ത സമ്മാനമില്ലേ അത് അയാൾ വലിച്ചെറിഞ്ഞു ചിപ്പി. എൻ്റെ പൈസ വെറുതെ പോയി. ഞാൻ എത്ര ആഗ്രഹിച്ചാന്നറിയാവോ ആ സമ്മാനമൊക്കെ മേടിച്ചത്. ഞാൻ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല ചിപ്പി. എന്നിട്ട് അയാൾ എനിക്കൊരു മര്യാദയും തന്നില്ല. അയാളൊരു ദുഷ്ടനാ. അയാളുടെ മനസ്സിൽ ഒരല്പം പോലും സ്നേഹമില്ല. ഇപ്പോൾ മമ്മിയും മാറിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം ഓരോ സ്വഭാവങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ടൂറിന് പറഞ്ഞയച്ചപ്പോൾ മമ്മി സന്തോഷത്തോടെ പറഞ്ഞയച്ചത്. പക്ഷേ ഞാൻ തിരിച്ചു വന്നപ്പോൾ മമ്മി എന്നോട് ദേഷ്യത്തോടെ പെരുമാറുന്നു. മമ്മിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ചിപ്പി. അയ്യോ പാവം ആദ്യേട്ടൻ. ആദ്യേട്ടനെ അങ്കിള് ഉപദ്രവിക്കുമോ ആദ്യേട്ടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അയാളെൻ്റെ മേലിൽ മെക്കിട്ടൊക്കെ കയറി ചിപ്പി. പക്ഷേ അയാൾ എന്നോട് പറയാ, നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ. എന്ത് ചെയ്യാനാ, ഓരോ ദിവസം കഴിയും തോറും പേടിച്ചാ ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യേട്ടാ, അയ്യോ ആദ്യേട്ടാ, അവിടെ നിൽക്കണ്ട ആദ്യേട്ടാ, ഇങ്ങോട്ട് പോര് ആദ്യേട്ടാ. ദേ ചിപ്പി, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരറിയണ്ട കേട്ടോ. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിപ്പിയോട് മിണ്ടില്ല. അയ്യോ ആദ്യേട്ടൻ എന്നോടും മിണ്ടണം. ആദ്യേട്ടനോടും മിണ്ടില്ലെങ്കിൽ എനിക്ക് സങ്കടവും. ഞാനേ ഈ കാര്യം ആരോടും പറയില്ല ആദ്യേട്ടാ. ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വെച്ചോളാം ആദ്യേട്ടാ എന്ന രീതിയിൽ നമ്മുടെ ചിപ്പി ഇങ്ങനെ സംസാരിക്കുകയാണ്. ശരി ചിപ്പി, നീ ടെൻഷൻ അടിക്കണ്ട, എനിക്കൊന്നും വരില്ല. നീ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോട്ടോ. ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യം ഫോൺ വയ്ക്കാം. ആദ്യം ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി ഇരുന്ന് കരച്ചിലാണ്. അങ്ങനെ ഇഷിതയും മഹേഷിനെയും കാണിക്കുകയാണ്. അപ്പോൾ ഇഷിതയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മഹേഷ് പറയണം, എടോ നിർത്തടോ, വന്ന് കിടക്കടോ, താൻ എപ്പോഴും ഈ കമ്പ്യൂട്ടറിൽ തന്നെയാണല്ലോ, കിടക്കേണ്ട സമയത്ത് കിടക്കണം. എനിക്ക് മനസ്സിലായി എന്തിനാണെന്നൊക്കെ. അതെപ്പം നടക്കില്ല, എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അതിന് ശേഷം ഞാൻ അവിടെ കിടക്കാനൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ടൂറ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ടൂറ് പോയി ആസ്വദിച്ചല്ലോ, അതൊക്കെ മതി എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ദേ പെട്ടെന്ന് ഡോറി വന്ന് മുട്ടുകയാണ്. അമ്മേ, ഡാഡി തുറക്ക് ഡാഡി, കരഞ്ഞോണ്ടാണ് ഈ കൊച്ചിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് കേട്ട് ഇഷിത ഞെട്ടിപ്പോയി. അയ്യോ മോളാണല്ലോ, എന്ത് പറ്റി മോൾക്ക്, ഇതെന്ത് ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കഥക് തുറക്കുകയാണ്. മോളെ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെന്ന് ഡാഡിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. എന്താ മോളെ, ആദ്യേട്ടൻ ഇപ്പം തന്നെ പോയി വിളിച്ചു കൊണ്ട് വന്നം ഡാഡി, ആദ്യേട്ടന് അവിടെ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, വിളിച്ചുകൊണ്ട് വന്നം. എന്താ മോളെ നീ അങ്ങനെ പറയുന്നത്? ഞാൻ ആദ്യേട്ടനെ വിളിച്ചായിരുന്നു, പക്ഷേ ആദ്യേട്ടനെ ആ അങ്കിൾ ഉപദ്രവിക്കും, അയാൾ ദുഷ്ടനാണെന്നൊക്കെയാ ആദ്യേട്ടൻ പറഞ്ഞത്. എൻ്റെ മോനെ തൊട്ട് കളിച്ചാലേ അവൻ വിവരം അറിയും. അതല്ല ഡാഡിക്ക് ഇപ്പം നടക്കാനൊക്കെ പറ്റൂല ഡാഡി നമുക്ക് ആദ്യേട്ടനെ പോയി വിളിച്ചുകൊണ്ട് വരാം, ദേ മമ്മിയും വരും ഡാഡി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, മോളെ ഈ സമയത്തോ മോളെ, അല്ലെങ്കിൽ ആ അങ്കിള് എൻ്റെ ആദ്യേട്ടനെ കൊല്ലും, എനിക്ക് ആദ്യേട്ടനെ വേണം, ആദ്യേട്ടൻ എന്നോട് അങ്ങനെയാ പറഞ്ഞത്, കൊല്ലും എന്നൊക്കെ പറഞ്ഞത്. അവൻ അത്രയ്ക്കായോ മോളെ? അത് വെറും പറച്ചിലാണ്. ദേ അവൻ പറയുന്നതിലൊന്നും കാര്യമില്ല, അതൊന്നും മോള് വിശ്വസിക്കണ്ട. ദേ ഡാഡിയില്ലേ, എങ്ങനെയെങ്കിലും ഡാഡി അവനെ കൂട്ടിക്കൊണ്ട് വരാം, എത്രയും പെട്ടെന്ന് ആദ്യേട്ടനെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചാൽ മതി. അമ്മയും കൂടി പറ. മോളെ ആദ്യം നമ്മൾ വിളിച്ചതല്ലേ, അപ്പം അവൻ പറഞ്ഞത് എന്താ, മമ്മിയെ വിട്ട് വരില്ല എന്ന്. അപ്പോൾ പിന്നെ എങ്ങനെയാ ശരിയാവുന്നത്? നമ്മൾ അഥവാ അവിടെ പോയി ആദ്യം കൂട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർ പരാതി കൊടുക്കും. പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങൂലേ? അല്ലെങ്കിൽ കോടതിയുടെ മുൻപാകെ ആദ്യം പറയണം, എനിക്ക് എൻ്റെ അനിയത്തിയുടെ കൂടെയും ഡാഡിയുടെ കൂടെയും കഴിഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ലാത്ത പക്ഷം നമ്മൾ കേസിൽ കുടുങ്ങൂലേ? ഇതേട്ടനെപ്പോഴേക്കും കൊച്ചു കിടന്ന് ഭയങ്കര കരച്ചില്ല. പിന്നെ എന്ത് ചെയ്യും? ആദ്യേട്ടനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം, എനിക്ക് എൻ്റെ ആദ്യേട്ടനെ വേണം എന്നൊക്കെ ചിപ്പി ഇങ്ങനെ കരയാണ്. അപ്പോഴേക്കും മഹേഷ് പറയാണ്, മോളെ എന്തൊക്കെ സഹിച്ചാലും ഏതൊക്കെ സഹിച്ചാലും എൻ്റെ മോനെ ഞാൻ തിരിച്ചു പിടിക്കും. അതിനുള്ള വഴിയൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതിന് വേണ്ട എന്താന്ന് ഡാഡി ചെയ്യാം മോളെ, നീ സങ്കടപ്പെടാതിരിക്കുക, ഇപ്പം ടെൻഷൻ അടിക്കാതെ കിടക്കാനും ഇങ്ങനെ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത ഒരുങ്ങാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി. മഹേഷ് പറയുകയാണ്, ഇഷിതയെ കൊണ്ട് ആക്കണമെന്നൊക്കെ ചോദിച്ചുമ്പോൾ വേണ്ട
ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി ഇവിടെ നിന്നാൽ മതി, ഞാൻ ഏതായാലും പൊയ്ക്കോളെന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത നേരെ താഴത്തേക്ക് ഇറങ്ങി ചെന്നപ്പോഴേക്കും സെക്യൂരിറ്റി പറയുകയാണ്, ഇന്ന് സാറ് വന്നില്ല, റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അതേതായാലും നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടെ, അതിനുശേഷം പോയാൽ മതിയല്ലോ. ഓഫീസിലേക്ക് പോയി തുടങ്ങിയാലേ പിന്നെ ഓഫീസോ ശരണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും, ആരോഗ്യം ശ്രദ്ധിക്കുക പോലുമില്ല. അത് മേഡം പറഞ്ഞ ശരിയാണ് മേഡം. അങ്ങനെ ഇഷിത കാറിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. പെട്ടെന്നാണ് നമ്മുടെ ഇഷിതയ്ക്ക് ചെറിയൊരു തലകറക്കം പോലെ തോന്നുന്നത്. തല കറങ്ങി കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയായി തീർന്നു. അങ്ങനെ തലകറങ്ങി അവിടെ നിലത്തേക്ക് വീഴുകയാണ് നമ്മുടെ ഇഷിത. അപ്പോൾ പെട്ടെന്ന് ഈ സെക്യൂരിറ്റി ഇത് കാണുകയാണ്. അയ്യോ മേഡം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഇഷിതയുടെ അടുത്തേക്ക് ഓടിച്ചിരിക്കണം. മേഡം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്, പക്ഷേ ഇഷിത കണ്ണ് തുറക്കുന്നില്ല. അങ്ങനെ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്, വെള്ളം എടുത്ത് മുഖത്തൊക്കെ തെളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മഹേഷിനെ കാണിക്കണം. അപ്പോൾ മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയായിരുന്നു, സെക്യൂരിറ്റിയുടെ കോള്. എന്താണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ സാർ, അതെ മേഡം തലകറങ്ങി കിടക്കുന്നു, ഞാൻ ദേ ഇപ്പോൾ വരുന്നുണ്ട്. അച്ഛാ ഇഷിത തലകറങ്ങി അവിടെ കിടക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. അയ്യോ എൻ്റെ മോൾക്ക് എന്ത് പറ്റി മഹേഷേ, നീ ഓടിച്ചെല്ല് എന്ന് പറയുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയുടെ അടുത്തേക്ക് ഓടിയെത്തി. അയ്യോ അപ്പോഴത്തേക്ക് ഇഷിതയ്ക്ക് ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തലകറക്കമൊക്കെ ഇങ്ങനെ മാറിങ്ങനെ ഇരിക്കുന്നുണ്ട്, സ്റ്റൂളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് പറ്റി ഇഷിത, എന്തെങ്കിലും സംഭവിച്ചോ, എന്താ കാരണം, എങ്ങനെ തലകറക്കം സംഭവിച്ചത്? അത് ഞാൻ വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോഴേ എനിക്ക് തലകറങ്ങിയതാ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും രാമനാണെങ്കിൽ, ഇനി ഏതായാലും മോള് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, ഈ തലകറക്കം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ കാണിക്കാം, എന്നാലും ശരിയാവുള്ളൂ, ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ആരും ഒരു എതിർപ്പും പറഞ്ഞില്ല. അങ്ങനെ എല്ലാവരും കൂടി വണ്ടി കയറുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി ചോദിക്കുകയാണ്, ഞാനും കൂടി വരട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും, വേണ്ട, ചിപ്പിമോള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ, അപ്പോൾ ബഹളം ഉണ്ടാക്കും കൊച്ച്, അതുകൊണ്ട് നീ ഇവിടെ നിന്നാൽ മതി. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോവുക. അപ്പോൾ നമ്മുടെ ഇഷിതയെ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് കണ്ണൊക്കെ തുറന്ന് നോക്കുകയാണ്, BP നോക്കുകയാണ്, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ എന്താ സംഭവിച്ചത് ഇഷിത എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് തുടങ്ങിയായിരുന്നു, അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തലകറക്കവും ശരീരം തളർന്നു പോകുന്നൊരവസ്ഥയായിരുന്നു എന്നൊക്കെ പറയാം. ഞാൻ വിചാരിച്ചത് അതേ ലോ BP എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ലോ BP അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ മഹേഷ് ആണെങ്കിൽ പലതും പ്രതീക്ഷിച്ചാണ് വന്നത്. കാരണം ഇത് ഇപ്പോൾ ഇഷിതയെ നോക്കിയത് ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ല, ഒരു സാധാരണ ഫിസിഷ്യനാണ് നോക്കിയത്. അപ്പോൾ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഡോക്ടറെ ഒന്ന് വരൂ ഡോക്ടറെ എന്ന് പറയാം. അങ്ങനെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് മഹേഷ് പോവുക. അപ്പോൾ ഡോക്ടറോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പ്രിയാമണിയും ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇവർക്കൊന്നും കേൾക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ മഹേഷിന് അറിയാം നമ്മുടെ ഇഷിത ഗർഭിണിയാണെന്ന്. അപ്പോൾ പക്ഷേ ഇഷിതയ്ക്ക് അറിയില്ലല്ലോ തനിക്കൊരു ഗർഭം ധരിക്കാൻ പറ്റുമെന്ന് ഇഷിതയ്ക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ സംസാരിക്കണം, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് നോപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ആ തലയൊക്കെ ഇങ്ങനെ കുലുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.